പീരുമേടിൽ ആദിവാസി സ്ത്രീ മരിച്ച സംഭവത്തിൽ വനത്തിനുള്ളിൽ പരിശോധന നടത്തി പോലീസ്, ഫോറൻസിക്, വനംവകുപ്പ് സംഘങ്ങൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരിക രേഖയെന്നും വനംവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമം നടന്നുവെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം സീത കാട്ടാന ആക്രമണത്തിലാണ് മരിച്ചതെന്നും തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഭർത്താവ് ബിനു പ്രതികരിച്ചു. സംഭവത്തിൽ പീരുമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പീരുമേട് തോട്ടാപ്പുറയിൽ നിന്നും 4 കിലോമീറ്റർ ഉൾവനത്തിൽ എത്തിയാണ് പോലീസ്, വനം വകുപ്പ്, ഫോറൻസിക് സംഘങ്ങൾ വിശദമായ പരിശോധന നടത്തിയത്. സംഭവ സ്ഥലത്തു നിന്നും ഫോറൻസിക് സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കാട്ടാന ആക്രമണമാണോ മറ്റേതെങ്കിലുമാണെന്ന് തെളിയിക്കാൻ തുടങ്ങുന്ന ശാസ്ത്രീയ തെളിവുകൾ ഇവിടെ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. നിലവിൽ സംഭവ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി പോലീസ്, വനം വകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇതിനുള്ള തെളിവുകൾ ലഭിച്ചു. ഇതിനിടെ വനത്തിൽ നടക്കുന്ന എല്ലാ ഭരണങ്ങളും വനം വകുപ്പിന്റേതാക്കി മാറ്റുന്നുവെന്നായിരുന്നു മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ പ്രതികരണം. വ്യക്തത വരും മുമ്പ് വനം വകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വനം വകുപ്പ് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു സീതയുടെ ഭർത്താവ് ബിനുവിന്റെ പ്രതികരണം. എന്നെ ഒരു വലിയ ആളാക്കാൻ വേണ്ടി തന്നെ ഉള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാ അങ്ങനെ ചെയ്യുന്നത്? പറഞ്ഞാൽ ഇപ്പൊ അറിഞ്ഞേക്കുന്നത് കോട്ടയം DFI ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞു. അങ്ങനെ DFI അതേപോലെ തന്നെ ഡോക്ടറിന് ഏറ്റവും കൂടുതലും ഡോക്ടറിൻ്റെ അത് ഏറ്റവും കൈയുള്ളത് ഡോക്ടറാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഇതിൻ്റെ അത് ഏറ്റവും കൂടുതലും കള്ളത്തരം കാണിച്ചത്. അഥവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഇത്ര സമയം കൊണ്ട് വരുവുള്ളൂ കിട്ടുകയുള്ളൂ എന്നുള്ള ഈ എല്ലാ ആൾക്കാർക്കും അറിയാം. അതിനു മുമ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ടായി? സംഭവത്തിൽ സംശയം നിലനിൽക്കുന്നതിനാൽ ബിനുവിന്റെയും ഒപ്പം ഉണ്ടായിരുന്ന 2 മക്കളുടെയും മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തും. കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെടുകയായിരുന്നുവെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ. കൊലപാതകം ആണെന്ന സംശയത്തിലെത്തിയത് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ ഫോറൻസിക് സർജൻ പോലീസിന് സമർപ്പിക്കും. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.